ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാകിസ്ഥാനി ചിക്കൻ കറി തയ്യാറാക്കാം. ഒരു തവണയെങ്കിലും ഇങ്ങനെയൊരു കറി തയ്യാറാക്കി നോക്കൂ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സ്വാദാണിതിന്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായി ചിക്കനെല്ലാം നന്നായി കഴുകി കട്ട് ചെയ്ത് വയ്ക്കാം. ഏകദേശം 650 ഗ്രാം അളവിലുള്ള ചിക്കനാണ് കറി വയ്ക്കാനായി എടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയുള്ളിയും 2 സവാളയും പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കനിലുള്ള വെള്ളം മുഴുവൻ നന്നായി ഇറങ്ങുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 2 പച്ചമുളകും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇപ്പോഴിത് നന്നായൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ എല്ലാം നന്നായി വെന്ത് കറി തിളച്ച് വന്നാൽ പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടി ചൂടാക്കിയെടുക്കണം. ദാ ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാനി ദാബ സ്റ്റൈലിലുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാൾ വളരെ രുചികരമായി നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്